കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ ഒരു വീഡിയോ ഒരു സിനിമ ഒരു തെലുങ്ക് മിസ്റ്ററി ത്രില്ലർ സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. മാ ഊരി പൊലിമേര എന്ന് പറഞ്ഞ സിനിമയുടെ പേര് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സിനിമയുടെ പേര് വരുന്നത് മാ ഊരി പൊലിമേര 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ സിനിമയും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു സിനിമയുടെ കഥ എന്താണോ അതിൻ്റെ തുടർച്ചയാണ് സെക്കൻഡ് പാർട്ടിൽ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ കഥയും കാര്യങ്ങളും ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം മാ ഊരി പൊലിമേര 2 ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്വിസ്റ്റുകളുടെ ഒരു പെരുന്നാളുകളി എന്നൊക്കെ പറയാം. ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്, കുറേ ട്വിസ്റ്റുകളുണ്ട്. ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ കുറച്ച് ലോ ബഡ്ജറ്റ് മൂവി ആയിരുന്നുവെങ്കിലും ഒരു എന്താ പറയുക, അത്ര ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റി തന്നെ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ് എങ്കിലും അവർ അത്യാവശ്യം ക്വാളിറ്റി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പെർഫോമൻസുകളൊക്കെ എല്ലാവരും കിട്ടലം പെർഫോമൻസുകളായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ എന്താ പറയുക, ഒരു ഭയപ്പെടുത്താനുള്ള സംഭവങ്ങളും അതുകൂടാതെ ഒരു ടെൻഷൻ നിലനിർത്തുന്ന സംഭവങ്ങളും വാവ് എന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വാവ് ഫാക്ടറും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഓരോ ട്വിസ്റ്റുകൾ വരുന്നത് പോലെയാണ് ഈ ഒരു സിനിമയുടെ കഥയുടെ മുന്നോട്ട് പോക്കുന്നുള്ളതാണ്. അപ്പോൾ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഈ സിനിമയെ അവസാനിപ്പിക്കുന്നത്. ഒരു തേർഡ് പാർട്ടിനുള്ള ഹോപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിന് വേണ്ടി എന്തായാലും വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ് ഇപ്പോൾ തേർഡ് പാർട്ടിന് വേണ്ടി എന്തായാലും വെയിറ്റിംഗ് ആണ്. നല്ലൊരു സിനിമ. ഈ മിസ്റ്ററി ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടുനോക്കാവുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എന്തായാലും ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കണ്ടുനോക്കാവുന്നതാണ്. ഇഷ്ടപ്പെടാതിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, മേക്കിംഗ് ഒക്കെ വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിനെക്കാളും കുറച്ച് നന്നായി തന്നെ ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. പിന്നെ കുറച്ച് ഒരു സർട്ടിഫിക്കറ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് പറയാം. കാരണം എന്താ വെച്ചാൽ നല്ല എന്താ പറയുക, വയലൻസ് രംഗങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ വയലൻസ് രംഗങ്ങളുണ്ട്, ചോര ചിന്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സർട്ടിഫിക്കറ്റ് മൂവി തന്നെയാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് അഡൽ കണ്ടന്റ് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് താനും. എന്തായാലും നിങ്ങളൊന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക സിനിമ. ആഹാ തെലുങ്കിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം സബ് ടൈറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനു മുമ്പേ ഫസ്റ്റ് പാർട്ട് ഹോട്ട്സ്റ്റാറിലായിരുന്നു വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എത്താൻ ശ്രമിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും